Hello guys, good morning. Welcome back to my YouTube channel. Hi guys. അപ്പോൾ guys ഇന്ന് നമ്മൾ പൊങ്കാലയ്ക്ക് പോവാണ്. Guys നോക്കിട്ട് ചട്ടിയാച്ചി. നമ്മൾ തൊഴുകോട് അമ്പലത്തിൽ ഉത്സവത്തിനാണ് പോയില്ലായിരുന്നു. അപ്പോൾ അത് ഇന്നിപ്പോ പൊങ്കാലയാണ്. അപ്പോൾ ഇന്ന് ഇത് പൊങ്കാലയാണ് ഗൈസ്. എനിക്കുള്ള ചട്ടി. നിനക്കുള്ള ചട്ടി അത് ഇങ്ങോട്ട് തൂക്കും. എനിക്കുള്ള ചട്ടി മൊത്തം അത് നമ്മൾ കണ്ണിന് ഇതിലിടാം, അമ്മേനെ കൂടെ ഇടാം. ഗൈസ് എനിക്കൊരു ചട്ടിയുണ്ട് ഗൈസ്. നിനക്കൊരു ചട്ടി ഉണ്ടാ? ചട്ടി കാണിച്ചു കൊടുക്ക. ചട്ടി ഓക്കെ ഇറങ്ങിക്കോ. ഇല്ല എടുത്തല്ലേ. അപ്പോൾ നമ്മളിത് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. സമയം 6 മണി ആവാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ പോകും, അപ്പോൾ അധികം വെയിലൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് നേദിച്ചു കേട്ടോ. അപ്പോൾ ഒരു 2 മണിക്കൂർ എടുത്തു കേട്ടോ ക്യൂവിൽ നേദിക്കാനായിട്ട്. അങ്ങനെ എന്തായാലും പൊങ്കാലയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അവിടെ നിന്ന് ഇഡ്ഡലിയും സാമ്പാറും വടയും പഴവും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ. അമ്പലത്തിലെ ഫുഡിന് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ഗൈസ് അങ്ങനെ ടയേർഡായി, ഭയങ്കര ക്യൂ ആയിരുന്നു ഗൈസ്. 1 മണിക്കൂർ, 1-2 മണിക്കൂർ ക്യൂ നിന്നല്ലേ, നേദിക്കാനാണ് കേട്ടോ ക്യൂ നിന്നത്. പക്ഷെ നമ്മൾ രാവിലെ പോകേണ്ട ഇത്രയും ക്യൂ കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ട് പോയിരുന്നെങ്കിൽ ഇപ്പൊ വരുന്നവർക്കൊന്നും ക്യൂ ഒന്നുമില്ല, പെട്ടെന്ന് പൊങ്കാലയിട്ട് നേദിച്ചിട്ട് പോകാം കേട്ടോ. എന്തായാലും പോയിട്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് പായസമൊക്കെ കഴിക്കാം. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഇപ്പം നമുക്ക് പൊങ്കാല കഴിക്കാം. അമ്പലത്തിൽ പോയി. അപ്പൊ നമ്മൾ ഇന്ന് പായസം കഴിക്കണം. നമ്മൾ അമ്പലത്തിൽ പോയി ഉണ്ടാക്കിയതാണ് അമ്മ. നല്ല ടേസ്റ്റ്. പക്ഷെ നല്ല പുകയായി. ഞാൻ കണ്ണടച്ച് ഇങ്ങനെ കണ്ണൊക്കെ നീര് മറ്റേ ചില്ലിയുടെ പോലെ. എന്നാ കഴിക്കാൻ പോകുക. നമുക്ക് നോക്കാം ടേസ്റ്റ്. സൂപ്പർ അടിപൊളി ടേസ്റ്റ്. ഒരു ഗ്ലാസ് ചായയും പായസവും ഒക്കെ കുടിച്ചിട്ട് നേരെ കിച്ചണിലോട്ട് കയറിയിട്ട് അപ്പോൾ റൈസ് കുക്ക് ചെയ്യാൻ അങ്ങ് വെച്ചു കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ആ സമയത്ത് നമ്മൾ ഇന്നലെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചൂര മീനെ കട്ട് ചെയ്ത് മേടിച്ചായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇരുന്ന് ഐസ് ഇളവട്ടെ. തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് മോറിലൊന്ന് പോകണം, സൂപ്പർ മാർക്കറ്റിൽ. അവിടെ പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇന്ന് മോറിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മഷ്റൂം മേടിച്ച്, മഷ്റൂം അമ്മാമ്മയ്ക്ക് കേട്ടോ. അമ്മാമ്മയ്ക്ക് മഷ്റൂം ഭയങ്കര ഇഷ്ടം. ഇതിലെന്തോ മേടിച്ച ഇഞ്ചി, ബാറ്ററി, പിന്നെ കുറച്ച് മുന്തിരി, എവരിഡേ ബാറ്ററിയാണ്. കുറച്ച് മുന്തിരി മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പം യൂട്യൂബില് വൈറലല്ലേ, മറ്റേ ഉപ്പും മുളകും മഞ്ഞപ്പൊടി വിനീഗറും ഇട്ടിട്ട്. അപ്പൊ നമുക്കിത് വൈകിട്ട് ട്രൈ ചെയ്യാം.
ഇങ്ങനെ എല്ലാവരും കുത്തിക്കിട്ട് രാത്രി ഭയങ്കര ശബ്ദമായിരുന്നു. നമുക്കത് ചൂര മീൻ അച്ചാറുണ്ടാക്കാം. അപ്പൊ അതിന് മേടിച്ചിട്ട് വന്ന് അപ്പൊ അമ്മ തൊലിച്ചു തരും. വെളുത്തുള്ളി മേടിച്ച അമ്മനെ കൊടുത്താൽ വലിയ വെളുത്തുള്ളിയാണ് അമ്മ പെട്ടെന്ന് തൊലിക്കുന്നത്. ഇത്രയും വേണ്ട, 2 കൊടുക്കാം. ഇത്രയും നമുക്ക് അച്ചാറിന് ഇത്രയും മതി. ഒരുപാട് ചൂരയില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. 3 കിലോ മതിയെന്ന് തോന്നുന്നു. ഇത്രയും എടുക്കാം. 4 ക്രിക്കറ്റ് ഇത്രയും ബാക്കിയുണ്ട്. പിന്നെ കഴിച്ച് നമ്മൾ കൂർക്ക മേടിച്ചു. കൂർക്കൊക്കെ എന്താ വിലയല്ലേ? ഞാൻ മേടിച്ചിട്ട് 20-30 രൂപയുള്ളൂ കേട്ടോ. കൂർക്ക എടുത്തപ്പോ ഇതിന് 110 രൂപ ആയിട്ടുണ്ട് കേട്ടോ. കൂർക്കയ്ക്ക് ഇത്രയും വില ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബില്ല് വന്നപ്പോഴാ കേട്ടോ ഞെട്ടിയത്. 2-3 സാധനം മേടിച്ചതേ ഉള്ളൂ. കൂർക്കയുടെ ബില്ല് കണ്ടാൽ ഞാൻ ഞെട്ടിപ്പോയി. എന്റെ ഒരു എക്സ്പെക്ടേഷനിൽ കൂർക്കയ്ക്ക് 20 രൂപ 30 രൂപ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചത്. ഈ കൂർക്കയ്ക്ക് ഇത്രയും വിലയുണ്ട്. നമ്മൾ അങ്ങനെ മേടിച്ചിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈം മേടിക്കുന്നതാ. അപ്പൊ ഇഞ്ചിയും കൊടുക്കാം. ഇഞ്ചിയും മൊത്തം വേണ്ട, കുറച്ച് വന്നിട്ട് തൈര് മേടിച്ചു. അപ്പൊ ഇനി ഗൈസ് നമുക്ക് ചൂര മീൻ വെക്കുന്നത്. എനിക്ക് ഒട്ടും വയ്യാട്ടോ, നീ ഭയങ്കര തലവേദന. ഈ രാവിലെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ വെയിൽ കൊള്ളാതിരുന്ന് കൊള്ളുമ്പോണ്ടല്ലോ ഭയങ്കര തലവേദന. പിന്നെ പൊങ്കാലിക്ക് പോയിട്ട് ഒരുപാട് ഇന്നാളത്തേക്ക് അത്ര ഇല്ല, പക്ഷെ എന്നാലും ഉണ്ട്. കിടന്നുറങ്ങണമെന്നുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ആശങ്ക വരുന്നുണ്ട്. പാശമ വരുന്നുണ്ടായിട്ട് ഈ ചോറ് വെക്കുന്നത്. മറ്റേതല്ലെങ്കിൽ നമ്മൾ പൊന്നി റൈസാണ് വെക്കുന്നത്. പാശമ വരുന്നത് ജയ റൈസാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് മീൻ വെക്കാം. ചൂര മീൻ മേടിച്ചിട്ടുണ്ട്. ആശമയ്ക്ക് തേങ്ങ അരച്ചതാണ് ഇഷ്ടം. അപ്പൊ തേങ്ങ അരച്ച ചൂര മീനും. ചീര വെക്കാം, അല്ലെങ്കിൽ കൂർക്ക വെക്കാം. രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് വെക്കാം. കൂർക്ക ആണെങ്കിൽ മിഴുക്ക് വെക്കണം. ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല കൂർക്ക. അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അമ്മമ്മയ്ക്ക് മഷ്റൂമും മതി. അപ്പൊ നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാം. പിന്നെ ചൂര കുറച്ചുണ്ട് കേട്ടോ, ഒരുപാട് മേടിച്ചിട്ടുണ്ട്. പകുതി ഞാൻ മേടിച്ചെടുത്ത് നമുക്ക് ചൂര മീൻ അച്ചാറും കൂടെ ഉണ്ടാക്കാം. കുറെ ദിവസമായി ചൂര മീൻ അച്ചാറൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഇന്നിപ്പോ അത് നമുക്ക് എടുക്കാം. ഏട്ടെന്താ അമ്മാമ്മയ്ക്ക് മഷ്റൂം കറി ഉണ്ടാക്കും കേട്ടോ. അമ്മാമ്മയ്ക്ക് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഏട്ടൻ്റെ ഒരു ടേസ്റ്റ് ആണ് അമ്മാമ്മയ്ക്ക് ഈ മഷ്റൂം. ഞാൻ മഷ്റൂം തോരൻ പോലെ കേട്ടോ വെക്കുന്നത്. പക്ഷെ അമ്മാമ്മയ്ക്ക് ഈ തക്കാളിയും ഉള്ളിയും മാത്രം ഇട്ടാ വെക്കുന്നത്. തേങ്ങയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ കേട്ടോ വെക്കുന്നത്. ഏട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ തിരികെ എടുക്കാം. നമ്മുടെ മീൻ കറിക്കും വേണം, പിന്നെ നമ്മുടെ ചീര തോരത്തിന് വേണം. അപ്പൊ ഞാൻ കുറച്ച് തേങ്ങ അങ്ങ് തിരികെ എടുക്കട്ടെ. ഏട്ടൻ്റെ മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്റെ സ്പെഷ്യൽ മഷ്റൂം കറിയാണ്. അമ്മാമ്മയ്ക്ക് ഇത് മാത്രം മതി കേട്ടോ. രാവിലെ ഉച്ചയ്ക്ക് രാത്രി എല്ലാം അമ്മാമ്മയ്ക്ക് ഇത് മതി. ഞാൻ തേങ്ങയും തിരികെ എടുത്തിട്ടുണ്ട്. ആ ചോറ് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഏട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ഒരു ശ്രീലങ്കൻ മഷ്റൂം കറിയാണ്. ശ്രീലങ്കൻ മഷ്റൂം കറിയോ? ഫ്യൂഷൻ. ഗൈസ് നോട്ട് ദ പോയിന്റ്. ഏട്ടന്റെ ഫ്യൂഷൻ ആണ്. ശ്രീലങ്കൻ ട്രിവാൻഡ്രം മഷ്റൂം. ഓ ഓക്കെ. എനിവേ ഇത് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരണം. ഇന്ന് ചൂര മീൻകറി തേങ്ങ അരച്ചാട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. കാരണം ആശമ്മ വരുന്നുണ്ട്. ആശമ്മയ്ക്ക് തേങ്ങ അരച്ച മീൻകറി ആട്ടോ ഇഷ്ടം. ഈയിടെയായിട്ട് നമ്മൾ എപ്പോഴും കറിയാണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാ ഇന്ന് പച്ചമാങ്ങയും തക്കാളിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തേങ്ങ അരച്ച് പച്ചമാങ്ങ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചൂര മീനായതുകൊണ്ട്. അപ്പോൾ അതങ്ങോട്ട് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രി തന്നെ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കടുക് താളിച്ച് അതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് അരപ്പിടാം. അപ്പോഴത്തേക്ക് മീൻകറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മീനും കൂടെ ഇട്ട് അതങ്ങ് അടച്ച് വെച്ചിട്ട് നമ്മുടെ മീൻകറി അവിടെ ഇരുന്ന് റെഡി ആയിക്കോളും. അപ്പോൾ നമ്മുടെ ചീര തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അരപ്പിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ബൗളിലോട്ട് അങ്ങ് മാറ്റാം. അപ്പോൾ ഇന്ന് ഏട്ടനും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ജോലി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ എപ്പോഴും ഒരാൾ അടുക്കളയിൽ ഒന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പി കേട്ടോ. എന്നും വരത്തില്ല കേട്ടോ. ഇതുപോലെ നല്ല മൂഡായിട്ട് ഇരിക്കുന്ന സമയത്ത് മാത്രം വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഏട്ടനെ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയി ബ്രെഡും കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചൂടാക്കി ബീഫ് ചില്ലിയാന്ന് തോന്നുന്നു. അപ്പോൾ അത് ഏട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിന്നുകൊണ്ട് എനിക്ക് ഒരു പീസ് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ബീഫ് ചില്ലിയും നല്ല ബ്രെഡും ആയിരുന്നു. നല്ല സോഫ്റ്റ് ബ്രെഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂര മീനിൽ കടുകും കൂടെ തളിച്ച ചൂര മീൻകറി റെഡി കേട്ടോ. അപ്പൊ കടുക് തളിച്ചിട്ട് ചൂര മീൻ അച്ചാറിനുള്ള ഞാൻ ഇവിടെ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനിപ്പോ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ തക്കാളി അല്ല കത്തിരിക്ക പുളിശ്ശേരി വെക്കുന്നുണ്ട്. ഒഴിക്കാനോട് മതി. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി. നല്ല അടിപൊളി തേങ്ങാക്കറി മാങ്ങ ഇട്ട
ചൂര മീൻ കറി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ചൂരമീൻ അച്ചാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. അപ്പോൾ അത് വെളുത്തുള്ളി ഇഞ്ചി നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചൂരമീൻ മസാല പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. പുളിശ്ശേരി ഉണ്ടോ ഗൈസ്? കത്തിരിക്ക പുളിശ്ശേരി. ഏട്ടാ ഇതിൽ അടിപൊളിയായിട്ട് വെക്കും കേട്ടോ കത്തിരിക്ക പുളിശ്ശേരി. ഏട്ടനാ ഇത് കണ്ടുപിടിച്ചത്. ഏട്ടൻ്റെ ഫ്യൂഷനാണോ? കണ്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ മീൻകറിയും ഈ പുളിശ്ശേരിയും മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് ഗൈസ്, നല്ല അടിപൊളി പുളിശ്ശേരി. കറിക്ക് ടേസ്റ്റ് നോക്കുന്ന ഏട്ടൻ കണ്ടോ, കറിക്ക് ടേസ്റ്റ് ഉണ്ടോ, ചോറിന് ടേസ്റ്റ് ഉണ്ടോന്ന് വേണ്ടി 1 സ്പൂൺ ചോറെടുത്തു. മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടോന്ന് അറിയാനായിട്ട് 1 സ്പൂൺ മീൻ കറി. അത് കഷ്ണമല്ലാന്ന് തോന്നുന്നു, ചെറിയ കഷ്ണം വേണ്ടേ? ഓഫ്, സെറ്റ്. കഴിച്ചു നോക്ക്. അടിപൊളി. ചൂടുണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളി. പക്ഷേ എനിക്ക് കൊതിയാണ് കണ്ടിട്ട്. കാലിലൊരു ചെറിയ കുപ്പിച്ചില്ല് പൊത്തത് കേട്ടോ. ഇന്നലെ ഇവിടെ ഒരു ബോട്ടിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ചില്ലായിരിക്കും മാറ്റിൽ കിടന്നത്. സാധാരണ ഞാൻ ചെരുപ്പിട്ടാ കിച്ചണിൽ നിൽക്കുന്നത്, ഇന്നിപ്പോൾ ചപ്പൽ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതാട്ടോ അത് പൊത്ത് കയറി. അപ്പോൾ ഏട്ട ഇങ്ങനെ ഊരി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ചെറിയതായിരുന്നു, പക്ഷേ എന്നാലും നല്ല തരിപ്പുണ്ടായിരുന്നു. ബ്ലഡൊന്നും വന്നില്ല അങ്ങനെ അധികം. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ ഏട്ടൻ ചോറ് കഴിക്കുന്നതുകൊണ്ട് എനിക്കൊരു പിടി വാരുന്നു കേട്ടോ. അത് കഴിച്ചപ്പം ഈ കുപ്പിച്ചില്ല് കയറിയതൊക്കെ അങ്ങ് മറന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ കിച്ചണിൽ കയറിയ ഏട്ടനും എന്നെ പോലെ കേട്ടോ, കുക്ക് ചെയ്ത ഉടനെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ പറയാം അച്ചാറിടാൻ പോകണം. അപ്പോൾ അച്ചാറിട്ടിട്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറയാം അതൊന്നും കൂടെ ക്ലീൻ ചെയ്യാം, ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോവാം. ലാസ്റ്റ് നമ്മൾ ചൂര മീൻ അച്ചാറിട്ട് ഇതിന്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ ഇതും കൂടെ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. ഗൈസ്, നമ്മുടെ ചിക്കൻ പിക്കി ഇവിടെ റെഡിയാണ്. ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാം നമുക്ക്. അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ് നേരത്തെ കഴിഞ്ഞിട്ട് പിന്നെ വലിയ പണിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. നമ്മുടെ ചോറുണ്ട്, പുളിശ്ശേരി, ചീരത്തോരൻ, ചൂരമീൻ അച്ചാറും മീൻ കറിയും ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് നമുക്ക് ചോറ് കഴിക്കുക ആ പുളിശ്ശേരിയും ചൂരമീൻ അച്ചാറും മാത്രം മതി കേട്ടോ. എൻ്റെ പൊന്നോ, ഒരു പിടി ഇങ്ങനെ എല്ലാം കൂടെ കുഴച്ച് ഇങ്ങനെ വായിലോട്ട് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ സ്വർഗ്ഗം, മാമ സ്വർഗ്ഗം. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അച്ചാറും മാത്രം മതി കേട്ടോ, പുളിശ്ശേരി അച്ചാറും. വേറെ ഞാൻ മീൻ കറി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അപ്പോൾ